സർവ്വ പ്രവാചകന്മാരും ക്ഷണിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ചില ആളുകളൊക്കെ പറയും ഈ തൗഹീദിന് പ്രാധാന്യം കൊടുക്കാത്ത ചില ആളുകളൊക്കെ പറയും എന്ത്, ലൂത്ത് നബി വന്നത് തൗഹീദിന് വേണ്ടി. നിങ്ങൾ ഈ മുജാഹിദുകൾ എന്നും തൗഹീദ് തൗഹീദ് തൗഹീദ്. ലൂത്ത് നബി വന്നത് എന്തിനാ ലൂത്ത് നബി വന്നത്? ലൂത്ത് നബി തൗഹീദ് പറയാനല്ല വന്നത്. അവിടെ എന്താ വെച്ചാൽ സ്വർഗ്ഗരതി ഉണ്ട് ആണോ? അവിടെ സ്വാഭാവികമായിട്ടും ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എന്തുണ്ട്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ മുഖ്യം എന്താണ്? തൗഹീദാണ്. അവര് തൗഹീദാണ് മെയിനായിട്ട് പറയുന്നത്. കാരണം എല്ലാ തോന്നിയാസത്തുനിന്നും ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് ഉണ്ടാവണം. കള്ളുകുടിയന്മാരായ അറേബ്യൻ ജനതയെ റസൂലുള്ള ഞങ്ങൾക്ക് ആരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളെ കള്ളുടി മാറ്റിയത്? കള്ളുടിക്കരുത് എന്ന ക്യാമ്പയിൻ നടത്തിയിട്ടല്ല. ക്യാമ്പയിനുകളൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാനെ അറിഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കി. ആയിഷബി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അള്ളാനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പറ്റൂല എന്ന് മനസ്സിലായി. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് അവർ മനസ്സിലാക്കി ഏത് ഹറാമും ഏതിനും. അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ നേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തിന്മ കുട്ടി ചെയ്യുന്ന ആ ഒരു തിന്മയെ ഫോക്കസ് ചെയ്ത് കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ആദ്യം എന്ത് ബോധ്യപ്പെടുത്തണം? അള്ളാനെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ റഹ്മാനായ റബ്ബ് ആരാ മോനെ? ആ റബ്ബ് സംവിധാനിച്ച പരലോകം എന്താ മോനെ? അതാണ് ആയിഷ ബീവി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് നിങ്ങൾ കള്ളുടിക്കരുതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്റെ പണിയൊക്കെ കള്ളുടില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പോലും പറയും. മക്കാര് പറയും. വ്യഭിചാരം ഒഴിവാക്കുന്ന പറഞ്ഞാൽ അത് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിസ്സഅതു മൗഇദുഹും വസ്സഅതു അദ്ഹാ വഅമർ എന്ന് റസൂലുള്ള പറഞ്ഞു. അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അള്ളാന്റെ പരലോകത്തെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ആ അള്ളാഹ് പറഞ്ഞാണ് കള്ളൊഴിവാക്കണം, വ്യഭിചാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് നമുക്ക് അള്ളാഹിനെ പഠിപ്പിച്ചത്. അള്ളാഹിന്റെ അസ്മാഉ സിഫയും അള്ളാഹിനെയും പഠിപ്പിച്ചെടുത്ത ഒരു പ്രശ്നമില്ല.